കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നും 25 കിലോമീറ്റർ കിഴക്ക് വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കോട്ടമലക്കുന്ന് ഇന്നും പ്രകൃതിരമണീയത കൈവിടാതെ നിൽക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2000-ലേറെ അടി ഉയരത്തിലുള്ള കോട്ടമലയിൽ 17-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമണത്തിന് കോപ്പുകൂട്ടാൻ നിർമ്മിച്ച കോട്ടയിൽ നിന്നും കോട്ടമല എസ്റ്റേറ്റിലേക്ക് നീളുന്ന 2 ഗുഹകൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. എസ്റ്റേറ്റിന് തൊട്ടുരുമി നിൽക്കുന്നത് 250 ഏക്കർ സ്ഥലം ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ വനഭൂമിയാണ്. നീലേശ്വരം കീനാനൂർ കോവിലകത്തെ രവിവർമ്മ രാജയിൽ നിന്നും പനമ്പുന്നത്തമ്പി എന്ന് വിളിച്ചിരുന്ന DF വർഗീസ് 1900 ഏക്കർ ഭൂമി 1 ഏക്കറിന് 6 രൂപ നിരക്കിൽ വാങ്ങി തോട്ടമാക്കിയതാണ് ഇന്നത്തെ കോട്ടമല എസ്റ്റേറ്റ്. 1942-ൽ കോട്ടുമല എസ്റ്റേറ്റ് സൂപ്രണ്ടായി പനമ്പുന്നത്തമ്പിയോടൊത്ത് ഇവിടെ എത്തിയ ഷെവലിയർ KM പോത്തനാണ് ഇന്ന് കാണുന്ന കുന്നുംകൈ ചിറ്റാരിക്കൽ റോഡിന്റെ ശില്പി. യാക്കോബായ സഭ ഷെവലിയർ പട്ടം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. കയ്യൂർ മുഴക്കോത്തു നിന്നും എളേരിയിലെത്തിയ പൊടോര കുഞ്ഞിരാമൻ നായർ ഇവിടുത്തെ ജന്മത്വത്തിനെതിരെ പടപൊരുതിയാണ് കർഷക സംഘം രൂപീകരിച്ചത്. EK നായനാരോടുള്ള ഇദ്ദേഹത്തിന്റെ ബന്ധം എളേരിയിൽ ഗവൺമെന്റ് കോളേജ് തുടങ്ങാൻ കാരണമായി. ചെറുപുഴ ഒടയഞ്ചാൽ മേജർ ജില്ലാ റോഡിലൂടെ കടന്നുപോകുന്നവർ കോട്ടമലയിലെത്തുമ്പോൾ മഴക്കാടിലൂടെയുള്ള യാത്രാ അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് അന്യനാട്ടുകാർ പോലും പറയുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കത്തയക്കാൻ സൗകര്യത്തിന് ആരംഭിച്ച പോസ്റ്റ് ഓഫീസ് ഇന്നും ഇതേ പേരിൽ നർക്കിലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് മെക്കാഡം ടാർ ചെയ്ത് വികസിപ്പിച്ചതിനാൽ സുഖകരമായ യാത്ര കൂടിയാണ്.